4 പേര് കൂടിയ അവിടെ കുറ്റയും കുന്നായ്മയും മാത്രമേ പറയാറുള്ളൂ എന്നാണ് സാധാരണ ജനറലി ഒരു പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് എടുത്തോ. ഉം, ഉം. നമ്മൾ 10 പേരുടെ ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ നമ്മൾ കുറ്റവും കുന്നായ്മയും പറയാറുണ്ടോ? കുറ്റം കുന്നായ്മയും പറയാറില്ലടാ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാര്, ഉം, രണ്ടുപേരാവണമെന്നില്ല, ഒരു മൂന്നാല് ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ടെൻഡൻസി വരും. ഒരു തേർഡ് പേഴ്സണെയോ ഉം, അല്ലെങ്കിൽ ഒരു ഒരു സിറ്റുവേഷനെയോ ഉം. ഒന്ന് അനലൈസ് ചെയ്യാനോ ഇത്തിരി ജഡ്ജ്മെന്റൽ ആവാനോ ഉള്ള ഒരു ചെറിയ ടെൻഡൻസി വരാറില്ലേ ബട്ട് മനുഷ്യൻ? അതുണ്ട്. ഉം, ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രൂപ്പില് ഉം, ഇപ്പം അന്ന് വരാത്ത ഒരാളെ ഉം. പറ്റി നമ്മൾ പറയും, അയ്യോ അവൾക്ക് വരാൻ പറ്റിയില്ല. ആ, അങ്ങനല്ലേ പക്ഷെ പറയാറുള്ളൂ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കോൺവെർസേഷൻ സ്ലൈറ്റ് ആയിട്ട് എങ്ങോട്ട് പോകും, എന്തുകൊണ്ട് വരാൻ പറ്റിയില്ല. ആ, നമ്മൾ എംപത്തറ്റിക്കലി ആണ് പറഞ്ഞു തുടങ്ങുന്നത്. അതെ. അയ്യോ ഇന്ന് ആ തിരക്ക് കൊണ്ട് പറ്റിയില്ല. ഉം, പിന്നെ പറയും ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ട്. ഉം. അപ്പൊ മേ ബി നമ്മളെ മനസ്സിൽ അവര് പറഞ്ഞ ജോലി സ്ഥലത്തിലെ ആരാണ്, മേ ബി ആ, എ ഫ്രണ്ട് ഓർ എ ബോസ്, ആരോ, ഉം, അല്ലെങ്കിൽ ഫാമിലിയിലെ ഏതോ ഒരു മെമ്പർ, ഉം, അവർക്ക് ഫ്രീക്വന്റ്ലി സിക്നസ് ആണ്, ഉം, അതുകൊണ്ട് അവളുടെ പല പ്ലാൻസും ഉം, ഫ്ലോപ്പ് ആവുന്നു. ഉം, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിക്കെ ഉം, അറിയാതെ, ഉം, നോട്ട് ഇന്റൻഷനലി, കുറ്റം ഉം, പറയാൻ വേണ്ടിയിട്ടല്ല, ഉം. പക്ഷെ ഒരു ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ പറ്റി നമുക്ക് സംസാരിക്കാനോ ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട് തോന്നൂടാ. അല്ല, അത് നമ്മൾ സംസാരിക്കും. പക്ഷെ ഈ ജനറലായിട്ട് ഇപ്പൊ പറയുന്നത് എന്ന് ആ, പറഞ്ഞു ആ. കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉം, ഒരു മോർ ദാൻ 2 പീപ്പിൾ, ഉം, 2 പീപ്പിൾ പോട്ടെ, ഉം, മോർ ദാൻ 2 പീപ്പിൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പറ്റി കുറ്റം പറയും. പക്ഷെ ഞാൻ ഈ കേട്ടിരിക്കുന്ന ഇപ്പൊ പണ്ടത്തെയൊക്കെ ഈ ഉം, അമ്പലങ്ങളിലാണെങ്കിലും ഉം. അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആ, അമ്പലപ്പറമ്പിലാണെങ്കിൽ ആ, ഉം. അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, അതെ, എനി എവിടെയെങ്കിലും. ഉം, കൂട്ടായ്മ, ഉം, ഓക്കെ, ഉം, കുടുംബശ്രീ ഉം, ആയിക്കോട്ടെ. ഉം. ഇപ്പം എന്റെ വീട്ടിൽ വരുന്ന ആ, പുള്ളിക്കാരി, ഹെൽപ്പിന് ഉം, വരുന്ന പുള്ളിക്കാരി പറയാറുണ്ട്, ഉം, ആ ചേച്ചി ഇന്ന് ഇന്ന ആളെ പറ്റിയായിരുന്നു അവിടെ സംസാരം. ഉം. ഞാൻ ചോദിക്കണം, അങ്ങനത്തെ ഒരു സംസാരം നമ്മുടെ ഇടയിൽ വരാറുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ലല്ലോ. ഇല്ല. അപ്പം അപ്പം ഇപ്പം ജനറലി ഞാൻ നോക്കുമ്പോ എന്താ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം മിക്കൊരു ഗ്രൂപ്പിൽ ഉം, വന്നാലും ഇപ്പം യോഗ ഗ്രൂപ്പ് ഉം, ഉണ്ട്, നിന്റെ കോളനി, ഐ മീൻ നിന്റെ ഫ്ലാറ്റിന്റെ അസോസിയേഷൻ ഉണ്ട്, എന്റെ കോളനി അസോസിയേഷൻ ഉണ്ട്. അവിടെ ഒന്നും ഒരു കുറ്റം ഒരാളെ പറ്റി, നമ്മളിപ്പം നീ പറയുന്ന പോലെ ഒരാള് ഒരു കൂട്ടായ്മയിൽ വന്നില്ല, അയാൾ വന്നില്ല ജോലി തിരക്ക് കാരണമായിരിക്കും, അയാളെക്കാട്ടും ജോലി തിരക്കുള്ള ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അത്രയൊക്കെ തന്നെയല്ലേ അതെ, അതെ, പറയാറുള്ളൂ. അതെ, അതെ, അതെ. ശ്രമിച്ചാൽ വരാമായിരുന്നു. അവിടം വരെയൊക്കെ നിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? എന്താണെങ്കിലും ഒരു കാര്യം ഉണ്ടടാ, ഉം. നമുക്ക് ആരുടെയും സംസാരത്തിനെ കുറയ്ക്കാനോ ഇല്ലാണ്ടാക്കാനോ കറക്റ്റ്. ഒന്നും പറ്റില്ല. അതെ, അതെ. പിന്നെ ഒരാള് പറഞ്ഞ് അടുത്ത ആള് പറഞ്ഞ് മറ്റേ ആള് പറഞ്ഞ് ഉം. നമ്മളെ ചെവിയിൽ അതെത്തും ചെയ്യും. അതെ, അതെ, അതെ. എങ്ങനെയോ എത്തും. വെരി അല്ലെ? ട്രൂ. അപ്പൊ നമുക്ക് എന്ത് തോന്നും? ചിലപ്പോ ആള് പറഞ്ഞതിനേക്കാളും ഇന്റൻസിറ്റി കൂട്ടിയിട്ടായിരിക്കും നമ്മളുടെ അടുത്ത് എത്തുമ്പം. സത്യം, അപ്പൊ സത്യം. എന്ത് പറ്റി? ആ ഒരു നോർമൽ ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി വരും. അതാണ് അതെ. ഈ നമ്മൾ ഈ കുറ്റം കുന്നായ്മ എന്ന് പറഞ്ഞു വരുന്നത്. ഉം. അപ്പൊ നമ്മുടെ കൺട്രോൾ ഇപ്പം എന്താണ് ഉണ്ടാവുക? ആ. നീ അന്ന് പറഞ്ഞില്ലേ ഏതോ ഒരു ബുക്ക് സോ വായിച്ചു, ആ, ഏതായിരുന്നു? സേപ്പിയൻസ്, സേപ്പിയൻസ്. സേപ്പിയൻസ്. അതിൽ പറയുന്നില്ലേ കണക്ട് ചെയ്യാനുള്ള ഒരു മീഡിയമായി മാറുകയാണ് ഈ അതെ, ഗോസിപ്പ്, അതെ, അതെ, കമ്മ്യൂണിക്കേഷൻ ചെറുതായിട്ട് നെഗറ്റീവായി പോണൂന്നേ ഉള്ളൂ. അതെ. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒന്നേ ഉള്ളൂ. ഉം. എന്ത് കേൾക്കണം, ഉം. എന്തിനോട് റിയാക്ട് നം ചെയ്യണം, ഓ, അല്ലെങ്കിൽ അതൊരു എന്തിനെ നല്ലൊരു പോയിന്റ്. ഇഗ്നോർ ചെയ്യണം. ശരിക്കും. ആ, അല്ലേ? അത് തന്നെ. അത് അവിടെ എനിക്കും തോന്നുന്നത് എന്താന്നറിയോ? ഉം, ഇപ്പം ഈ കുറ്റം പറച്ചിൽ നീ പറയുന്ന പോലെ ഉം. എവിടുന്നെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോ ഉണ്ടാക്കി പറഞ്ഞതും ആവാട്ടോ. അതെ, അതെ. ആ, നടന്നിട്ടില്ല, ഉം, പക്ഷെ ഇന്ന ആൾക്ക് എന്നെ പറ്റി കുറ്റം പറയണം. ആ, അപ്പൊ പറയാം, ആ അയാളില്ലേ ഇങ്ങനെ പറഞ്ഞു ആരോടും പറയല്ലേന്ന്. അതെ. പക്ഷെ നമ്മളുടെ ഉള്ളിലോട്ട് എന്തെടുക്കണം? ഉം, ഓരോ ഇൻഡിവിജ്വലും യുണീക്കാ, അല്ലെ? ഉം, ഉം, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഉം, നമ്മുടെ എക്സ്പീരിയൻസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളൊക്കെ യുണീക്കാ. ഉം. അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിനും നെഗറ്റീവ് ഇല്ലാത്ത ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടെന്ന് ഞാൻ ഇല്ല. ഒരിക്കലും ഉം. വിശ്വസിക്കുന്നില്ല. പോസിറ്റീവ്സും നെഗറ്റീവ്സും കൂടി കലർന്നാണ് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ, അതെ, അല്ലേ? സത്യം, അപ്പം സത്യം. നമുക്കറിയാം ഉം. നമ്മളൊക്കെ അറിയുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒരു എന്താ പറയാ, നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും വരുന്നില്ല. നമ്മൾ എന്ത് നമ്മളുടെ വായിക്കൂടെ വരുന്നോ അതിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയൊരു നീഡാണ്. ആരെ പറ്റിയും നമ്മൾ പക്ഷെ കുറ്റം എന്താ പറയാൻ. അറിയോ, പറയുമ്പോ ഇപ്പൊ ഈസിയാണെടാ പറയാ ഞാൻ ആരെ പറ്റിയും പറയില്ലാന്ന്. ഉം, ഞാൻ തന്നെ ഉം, അറിയാതെ പലവരെയും പറ്റിയിട്ട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉം. ഞാനത് ഇന്റൻഷൻ അത് സത്യം ഞാനും അതുകൊണ്ടാ. പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ അവരെ ഹേർട്ട് ചെയ്യാനല്ല. അല്ല. ആ ഒരു സർക്കംസ്റ്റൻസിൽ എനിക്ക് അവര് ചെയ്തത് ഡിസ്കഷന്. എനിക്ക് അക്സെപ്റ്റ് ആ, ചെയ്യാൻ പറ്റിയില്ല. അതെ, അതെ. അത്
സത്യം പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? ആ. അയാളെ നേരെ കൺഫ്രണ്ട് ചെയ്തിട്ട് ഉം. അവരോട് പറയാ വേണ്ടേ. ഉം. അത് പറഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യോ ഹേർട്ട് ചെയ്യോന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നേ? എനിക്ക് ക്ലോസ് ആയില്ലേ ഉം. നമ്മുടെ ഫാമിലി ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ എന്റെ ക്ലോസ് ഫ്രണ്ട്സിനോടോ വന്നിട്ടാണ് ഞാൻ അവരെ പറ്റി പറയണത്. ആ. അതിൽ എന്റെ ഇന്റൻഷൻ ഇഫ് യു ലുക്ക് അറ്റ് മീ ആ. നോർമലി അവർക്ക് ഹേർട്ട് ആവാനല്ല. പക്ഷെ അതെ. അറിയാതെ ആ വായേന്ന് വന്നിട്ടുണ്ട്. ഉം. അപ്പൊ അത് അവർക്ക് കേട്ടാ നമുക്കും വിഷമാവുക. ഞാൻ ഉം. എന്തിനാ എന്റെ വായനോണ്ട് അവരെ പറ്റി പറഞ്ഞത്. ആ. പക്ഷെ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരുപാട് കൺട്രോൾ ചെയ്യാനെങ്കിൽ ഐ മീൻ കഴിവുള്ളവരുണ്ട് ഇല്ല എന്നല്ല ഉം. കേട്ടോ. ഉം. ആരെ പറ്റിയും ഒന്നും നെഗറ്റീവ് പറയാത്തവരുണ്ട്. ഉം. ആ ലെവലിൽ എത്താൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെ പക്ഷെ ഇപ്പൊ നീ പറയുമ്പം ഇന്നലെ എന്റെ ഉം, ഹസ്ബൻഡ് എനിക്കൊരു ഇൻസ്റ്റയിൽ ഒരു ഉം. റീൽ അയച്ചു തന്നു കേട്ടോ. ഓ, യൂഷ്വലി എന്റെ ഒരു സ്വഭാവം കൊണ്ടാണ് ഉം, പുള്ളിക്കാരൻ അയച്ചു തന്നത്. ഉം. റോഡ് റേജിനെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ. ഓക്കെ, അപ്പം ഒരു അച്ഛൻ ഉം, മോളാണ് ക്യാമറ എടുക്കുന്നത്. ഉം, അപ്പം മോളുടെ അടുത്ത് പറയാ, കുഞ്ഞു കുട്ടിയാട്ടോ, ഉം, സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അതൊരു ഉം, കുഞ്ഞു കുട്ടിയാന്ന്. അപ്പൊ പറയാണ് അച്ഛൻ, നിങ്ങൾ ഇല്ലാഞ്ഞപ്പം ആക്ച്വലി അയാളുടെ കാറ് കാണിച്ചിട്ട് ഒരു ഡെന്റ് ഉം, വന്നിട്ടുണ്ട്, ഒരു നല്ല സ്ക്രാച്ചും. അപ്പൊ അത് പറയാണ് ഒരാള് വന്ന് തട്ടിയിട്ട് പോയതാണ്. പണ്ടത്തെ അച്ഛന്റെ സ്വഭാവമായിരുന്നെങ്കിൽ നിർത്തി അയാളെ നന്നായി ചീത്ത പറഞ്ഞേനെ. പക്ഷെ ഇപ്പം നിങ്ങള് മക്കള് കുട്ടികളാ. നമ്മളെ കുറെ പേഷ്യൻസ് പഠിപ്പിച്ചു. അയാളും അയാളുടെ എന്തെങ്കിലും ധൃതിയോ ഉം, അല്ലെങ്കിൽ ടെൻഷനോ കാരണമായിരിക്കും. അല്ലെങ്കിൽ ഒരാൾ അറിഞ്ഞുകൊണ്ട് പോയി ഒരു കാറിനെ പോയി തട്ടുകയോ സ്ക്രാച്ച് ചെയ്യുകയോ ചെയ്യത്തില്ലല്ലോ. അപ്പം എനിക്കിവിടെ എന്താ പറയാൻ, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഞാൻ ഹാപ്പി മൂഡിൽ എൻ്റെ ഒരു ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ എവിടെന്നെങ്കിലും ഹേർട്ടായി അല്ലെങ്കിൽ ഇമോഷണലി കുറച്ച് യുനോ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആവാം. ഉം. അപ്പൊ ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു വേ ഡിഫറെൻ്റ് ആയിരിക്കാം. ഈവൻ പെർസീവ് ചെയ്യുന്ന ഒരാളും, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഞാൻ ആ ടൈമിൽ ഞാൻ എന്തോ സംസാരിച്ചോ, അയാളും എന്ത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും വെദർ ആ ഒരു പേഴ്സൺ നമ്മളെ ഹേർട്ട് ചെയ്തോ. ഇല്ലേന്ന്. അതെ. അതുകൊണ്ട് നമുക്ക് ഒന്നേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. ഉം. പ്രാക്ടിക്കലി ഉം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ വേണ്ടത് മാത്രം നമ്മുടെ ബ്രേക്ക് എടുക്കുക. വെരി നൈസ്. കഴിയുന്ന നെഗറ്റീവ് സാധനങ്ങൾ കേട്ടാൽ അനലൈസ് ചെയ്യുക. ഇറ്റ്സ് അതെ. ഓക്കെ. ഒരാൾ ആ. ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യണ്ട. അതെ. അനലൈസ് ചെയ്യുക. ചേഞ്ച് വരുത്താൻ പറ്റുകയാണെങ്കിൽ വരുത്തുക, ഉം. അല്ലെങ്കിൽ വിടുക. നമ്മൾ തന്നെ നമ്മളെ ഹേർട്ട് ചെയ്യണം. അതെ. അതെ. നമ്മൾ അതെ. എപ്പോഴും എന്താ ആ. ചെയ്യുന്നത്? അയാൾ പറഞ്ഞു അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിൽ നമ്മൾ ഒരുപാട് ഹേർട്ട് ചെയ്യും. ഉം. അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്താൽ തന്നെ എനിക്ക് നമുക്ക് കുറച്ചും കൂടി നമുക്കും പീസ് ഓഫ് മൈൻഡും കിട്ടും. അതെ. അല്ലെ? കുറച്ചും അതെ. കൂടി അതെ. ഈസി ആവും. അതെ. നമ്മൾ ഹാപ്പി ആവും. അതെ. അപ്പൊ നീ പറഞ്ഞ പോലെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവുന്ന സിറ്റുവേഷൻസിലാണ് ആ. നമ്മൾ അടുത്തുള്ളവർക്കും അധികം അങ്ങോട്ടേക്ക് നെഗറ്റിവിറ്റി പാസ് ഓൺ ചെയ്യാണ്ട്. അതെ. അതെ. പിന്നെ അല്ലേ? ചിലവരുണ്ട് പേർപ്പസ്ഫുള്ളി ആ. ബാക്കിയുള്ളവരെ വന്ന് ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഉം. പറയുക. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അവർക്ക് എന്തോ happiness. ഒരു പ്രോവേബും ഉണ്ടല്ലോ, 100 കുടത്തിന്റെയോ ആ, 1000 കുടത്തിന്റെയോ 1000 എങ്ങാണ്ട്. കുടത്തിന്റെ വായ പൂട്ടിക്കെട്ടിയാലും ഒരു മനുഷ്യന്റെ ആ. അതെ. മനുഷ്യരുടെ മൗത്ത് ഇസ് ലൈക്ക് ദാറ്റ്. അവർക്ക് അതെ. വേണ്ട പോലെ അവര് സംസാരിക്കും. അതെ. അവർക്ക് തോന്നുമ്പോ അവര് പറയും. അതെ. ചിലപ്പോ റോങ് കറക്റ്റ് സെന്റൻസ് കറക്റ്റ് ആയിരിക്കും. റോങ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ പോയില്ലേ. അതെ. അങ്ങനെയും സത്യം. അതെ. സഹിക്കാലോ. അതെ. 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 അപ്പൊ അതെ. വെരി അതൊക്കെ ട്രൂ. ശ്രദ്ധിക്കുമ്പോ നമുക്ക് നമ്മളെ പീസ് ഓഫ് മൈൻഡും നമ്മുടെ സമാധാനവും മാത്രമേ സത്യം. കൺട്രോളുള്ളൂ. സത്യം. എനിക്ക് തോന്നുന്നു നമ്മളൊരു 40 ഒക്കെ ക്രോസ് ചെയ്താ ഐ മീൻ വി ഡോണ്ട് ബോദർ അതെ. അല്ലേ? ബോധർ ചെയ്യാൻ എന്റെയൊക്കെ ഒരു പാടില്ല. അവസ്ഥ. ആ. ബോധർ ചെയ്യാൻ പാടില്ല. പക്ഷെ അറിയാതെ നമ്മള് എഫക്റ്റഡ് ഉം. ആയി പോവാണ്. അതെ. അതിലോട്ട് ഒരു വേൾപൂളിലോട്ട് കേറുമ്പം ആക്ച്വലി എനിക്ക് തന്നെ പറയാനുണ്ട്, ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വോണ്ട് ആൻഡ് അതെ. ഐ എം നോട്ട് ബോദേർഡ്. അതെ. 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 പറയേണ്ടവര് പറഞ്ഞോട്ടെ. ഉം. ഞാൻ എന്റെ ഇന്റൻഷൻ അറ്റ് ദാറ്റ് ടൈം വാസ് നോട്ട് റോങ്. കറക്റ്റ്. അപ്പം അത്രേ ഞാനും എടുക്കുന്നുള്ളൂ. അല്ലാതെ അതെ. ഇട്ടിട്ടിട്ടിട്ട് നമ്മളിരുന്ന് കറക്റ്റ്. ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവും. വിച്ച് ഇമ്പാക്ട്സ് നമ്മളുടെ റിലേഷൻഷിപ്പ് വിത്ത് എവ്രി വൺ ഇൻ ദ എല്ലാം മാറും. ഫാമിലി, അതെ. അതെ. ഔട്ട്സൈഡ് അതെ. ദ ഫാമിലി ആൻഡ് എവ്രി വൺ. നമുക്ക് ഒന്നേ ഉള്ളൂ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗുഡ് പീപ്പിൾ, അതെ. നൈസ് പീപ്പിൾ. അതെ. അല്ലെ? അതെ. അപ്പൊ പിന്നെ നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റി വരില്ലല്ലോ. ഒരു ഉം. 100 പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കുമ്പോ ഒരു നെഗറ്റീവ് ഒക്കെ കിട്ടിയാൽ നമ്മൾ എടുക്കും. അതെ. അല്ലെ? അങ്ങനെ എനിക്ക് 2-3 പേരുണ്ട് കേട്ടോ. എന്തെങ്കിലും നെഗറ്റിവിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പ്രോബ്ലംസ് പറയണമെന്നില്ല. അതെ. വി നീഡ് നോട്ട് ഡിസ്കസ് ദ പ്രോബ്ലം ഓർ വാട്ട് ഈസ് എഫക്റ്റിംഗ് അസ്. ഉം. പക്ഷെ അപ്പുറത്തുനിന്ന് ഉം. ഒരു പറഞ്ഞ് ചിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അതെ. എനിക്ക് തോന്നുന്നു ഇതെല്ലാം അപ്പത്തേക്കിനും തന്നെ അങ്ങ് ഒഴുകി അങ്ങനെ കുറെ ഉള്ളിൽ നമ്മളെ ഇരിക്കില്ല. സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്ത് പോകുമ്പം അതെ. എന്ത് പറ്റും? നമുക്ക് കുറച്ചും കൂടി സമാധാനം കിട്ടും. അതെ. കൂടെ നമ്മൾ കുറച്ച് സമാധാനം സ്പ്രെഡും ചെയ്യും. സത്യം. നമ്മളെ അതും ഹാപ്പി ആണ്. ഇമ്പോർട്ടന്റ്, വളരെ ആ. ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. സറൗണ്ട് അവർ സെൽഫ് വിത്ത് നൈസ് പീപ്പിൾ, കൗണ്ട് our blessings and be grateful. അല്ലെ? അതെ. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹർ വിത്ത് With Renju Ren and and Go. Go.